صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. അള്ളാന്റെ ഖുർആൻ ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ചെറുപ്പക്കാരുടെ ജനങ്ങളുടെ പ്രത്യേകത എന്നറിയാം. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാഹ് വഇതാഇസ് സകാത്ത്. അവരെ കച്ചവടങ്ങളോ അവരെ ഭൗതികമായ നേട്ടങ്ങളോ അവരെ ഭൗതികമായ സുഖങ്ങളോ ഭൗതികമായ ഉൽപ്പന്നങ്ങളോ ഒന്നും അവർ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അവരെ തടയുന്നതായിട്ട് പറയാനില്ല. വഇഖാമിസ് സ്വലാഹ്, ഒരൊറ്റ നേരത്തെ നിസ്കാരത്തെ അവർ നഷ്ടപ്പെടുത്തൂല. വഇതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കുന്നതിൽ അവർ പിശുക്ക് കാണിക്കൂല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീൽ ഖുലൂബ് വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും കാതുകളൊക്കെ മറിഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് സമർപ്പിച്ചിട്ട് റബ്ബിന്റെ കോടതിയിൽ എല്ലാം സമർപ്പിക്കുന്ന ഒരു ഹൃദയമായി മാറുന്നൊരു ദിവസമുണ്ടല്ലോ. അതാണ് നമ്മളെല്ലാ വെള്ളിയാഴ്ചയിലും പള്ളിയിലെ ഉസ്താദ് നമ്മൾ ഓതിയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഇല്ലാ മൻ തവല്ലാ വകഫറ ഫയുഅദ്ദിബുഹു അല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹു തുമ്മ ഇന്ന അലൈനാ ഹിസാബഹു. മനുഷ്യന്റെ ഓർമ്മകളെയും മനുഷ്യന്റെ ബുദ്ധിയും തട്ടിയുണർത്തിയിട്ട് അള്ളാന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ദിവസം വരാനുള്ളൂ. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്നറിയോ? അവിടെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ദിവസമാണ്. എങ്ങനെയുള്ള തൂക്കലാണ് എന്നറിയോ? ഉസ്താദ് ചിലപ്പോ ശിഷ്യനെ തൂക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ തൂക്കലാണോ? അല്ല. കാരണം ഉസ്താദിന്റെ മുമ്പിൽ ചിലപ്പോൾ കളവ് പറഞ്ഞ് താൽക്കാലികമായി രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. പോലീസുകാരൻ തട്ടിക്കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുമ്പോ കളവ് പറഞ്ഞ് നീതിയാന്യായങ്ങൾ പുലർത്തിയിട്ട് ന്യായമായി ചിത്രീകരിച്ച് തൽക്കാലം ചിലപ്പോ രക്ഷപ്പെടാനുള്ള വഴികൾ ഉണ്ടാക്കിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബില്ലേ, ആ റബ്ബിന്റെ കോടതിയിൽ എന്നെയും നിന്നെയും ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് അതാ പരിശുദ്ധ ഖുർആൻ എന്നോട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ നിനക്കെതിരെ സാക്ഷി പറയാൻ വരുന്നത് നിന്റെ അയൽവാസിയാണോ? അല്ല നിന്റെ ഭാര്യയാണോ? നിന്റെ ഭർത്താവാണോ? നിന്റെ വാപ്പയാണോ? നിന്റെ മക്കളാണോ? നിന്റെ പാർട്ട്ണറാണോ? കൂട്ടുകാരനാണോ? സഹപാഠിയാണോ? സഹചാരിയാണോ? സഹപ്രവർത്തകനാണോ? അല്ല അല്ല. വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകൾ സംസാരിക്കുന്നൊരു ലോകമില്ലേ? കൈകാലുകൾ സാക്ഷി പറയുന്നൊരു ലോകമില്ലേ? ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ലോകം. ഞാനത് പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോ കൈ പറയുന്നു, ഇല്ല റബ്ബേ ഈ കൈ കൊണ്ടാണ് അവൻ പിടിച്ചത്, അവൻ കള്ളം പറയണേന്ന്. നിന്റെ സ്വന്തം കൈ നിനക്കെതിരെ സംസാരിക്കുന്നൊരു ലോകം. പോരാ, ആ കോടതിയിൽ നിന്റെ സ്നാവിന് സംസാരിക്കാനുള്ള കേൾപ്പില്ലാതെ പോയി. അവയവങ്ങളാകുന്ന അവയവങ്ങൾ മുഴുവനും നിനക്കെതിരെ പ്രതി സംസാരിക്കുന്നൊരു ലോകമില്ലേ? ആ ലോകത്തൊരുമിച്ച് കൂട്ടിയിട്ട് എന്നെയും നിന്നെയും വിചാരണ ചെയ്യുന്ന റബ്ബോ, എന്തെങ്കിലും തൽക്കാലമുള്ള ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന അറിവിന്റെ ഉടമസ്ഥനാണോ അവൻ? അല്ല. അല്ലാമുൽ ഗുയൂബായ അല്ലാഹ്, അവൻ അറിയാത്തതില്ല, അവൻ കാണാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല. ആ റബ്ബിന്റെ മുന്നിൽ എന്നെയും നിന്നെയും കൊണ്ടുപോയി നിർത്തിയിട്ട് റബ്ബിന്റെ ഒരു വിചാരണയില്ലേ? അവിടെ രക്ഷപ്പെടാനുള്ള വഴികളോ? അള്ളാന്റെ ഖുർആൻ എന്നോട് നിന്നോട് പറയാണ് ആ ദിവസത്തെ കുറിച്ച്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. എല്ലാ ഹൃദയങ്ങളും
ഹൃദയങ്ങളും എല്ലാ മനസ്സുകളും എല്ലാ കണ്ണുകളും എല്ലാം ഭയപ്പെടുന്ന റബ്ബിന്റെ കോടതിയിൽ, ആ കോടതിയിൽ നിന്നെയും എന്നെയും കൊണ്ടുപോയി നിർത്തിയിട്ട് റബ്ബിന്റെ ഒരു തീരുമാനമെടുക്കലുണ്ടല്ലോ. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫളലി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ കൊടുക്കാൻ കഴിയുന്ന റബ്ബാണല്ലോ അവൻ. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചവനാ റബ്ബ് കൊടുത്തുപോയി. കൊടുത്തതിന് ചോദ്യം ചെയ്യാൻ അധികാരമുള്ളവനില്ലല്ലോ. ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു. അവര് ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതിനൊക്കെ പ്രതിഫലം അവിടെ നിന്ന് ലഭിച്ചു പോയി. വയസീദഹും മിൻ ഫളലി. അവൻ ചെയ്തത് മാത്രാണോ? അല്ല, ആ റബ്ബിന്റെ ഫളല് കൊണ്ട് റബ്ബ് അവന് കേറ്റിക്കൊടുത്തു പോയി. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഓഡിറ്ററെ വെച്ചിട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ടോ? അവനില്ല. ഏതെങ്കിലും ഓഡിറ്റർമാർ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല. മലക്കുകൾ അഭിപ്രായം ചോദിക്കേണ്ടതുണ്ടോ? ഇല്ല. ആ റബ്ബിന് കൊടുക്കുന്നതിന് എന്റെ ഖജനാവിൽ എന്തെങ്കിലും കുറവ് വരുമെന്ന് പേടിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇത് പറയുമ്പോ ന്യൂ ജനറേഷനിലെ ചില ആളുകൾക്ക് തോന്നും, അതെങ്ങനെയാ മുസ്ലിയാരെ ഉണ്ടാകലി, അതെങ്ങനെ മുസ്ലിയാരെ ലോകത്തുണ്ടാകലി? മോനെ, ചൈനക്കാരൻ അവന്റെ ചൈന ഭാഷയിൽ നിന്നോട് പലതും പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇംഗ്ലീഷ് അറിയൂന്ന് പറയുന്ന നിന്നോട് അമേരിക്കക്കാരൻ അവന്റെ സ്ലാങ്ങിൽ പറഞ്ഞപ്പോ നിനക്ക് മനസ്സിലായില്ല അല്ലേ? ബ്രിട്ടീഷുകാരൻ അവന്റെ സ്ലാങ്ങിൽ സ്പീഡിൽ പറഞ്ഞപ്പോ നിനക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലേ? അവൻ പറഞ്ഞത് തെറ്റായത് കൊണ്ടാണോ? അല്ല. അവൻ പറഞ്ഞത് ശരിയല്ലാത്തത് കൊണ്ടാണോ? അല്ല. നിനക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. ഇതുപോലെ മോമിനായ മനുഷ്യ, പാരത്രിക ലോകത്ത് റബ്ബിന് പല തീരുമാനങ്ങളുണ്ട്. ബുദ്ധിയിൽ അവന്റെ അടിമകളായ എനിക്കും നിനക്കും ചിലപ്പോ അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. ഇന്നത്തെ കാഴ്ചയിൽ ഇത് നോക്കി അനുഭവിക്കാൻ ചിലപ്പോ കഴിയൂല. അത് ചിലപ്പോ വിലയിരുത്താൻ സാധിക്കൂല. അതേ സ്ഥാനത്ത് ആ റബ്ബിന്റെ ഖജനാവുണ്ടല്ലോ. ഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അവൻ കൊടുത്താൽ തീരാത്ത യഥാർത്ഥത്തിലുള്ള ഖജനാവിന്റെ ഉടമസ്ഥനാണ് ആ റബ്ബ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കില്ലാതെ കൊടുക്കുന്ന റബ്ബാണവൻ. ആർക്ക് കൊടുക്കുന്ന ഖുർആൻ പറഞ്ഞത്? അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാർക്ക്, റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കുന്ന സാലിഹീങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്നാണ് പറയുന്നത്. അതിനെന്ത് വേണമെന്നാണ് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞത് എന്നറിയോ? അള്ളാന്റെ ദിക്റിലായുള്ളൊരു ജീവിതം വേണം, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു ഹൃദയം വേണം, അവന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന ഒരു മനസ്സ് വേണം. അല്ലാ, നീ ഞങ്ങൾ കോശാരം നൽകണം റഹ്മാനേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്റിനെ കുറിച്ച് പറയുമ്പോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ദിക്റാണ് അവന്റെ മനസ്സുകൊണ്ട് അവൻ ചൊല്ലുന്ന ദിക്ർ. തക്ഫീറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 70 സന. ഒരു മണിക്കൂർ അവന്റെ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് അല്ലാഹുവിൽ കൊടുക്കുന്ന, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കുന്ന ഒരു ഹൃദയം അവന്റെ കയ്യിലുണ്ടെങ്കിൽ അവനിക്ക് 70 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു മണിക്കൂർ, അല്ലാതെ വെറുതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ 70 അല്ല 700 കൊല്ലം നിസ്കരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ പവർ ഉള്ളതാണ് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള, അല്ലാഹുവിനെ ഹൃദയത്തിലേറ്റിയുള്ള അവന്റെ ജീവിതത്തിലെ അമലുകളും അവന്റെ ചിന്തകളും എന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ പാഠം. എന്റെ വയല് കേൾക്കാമെന്ന വിശ്വാസികളെ, നമ്മളൊക്കെ വയല് പറഞ്ഞിട്ട് നന്നാകണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ മുത്തഅല്ലിം ഇവിടെ വന്നത്. വയല് പറഞ്ഞ് ഞാനൊന്ന് നന്നാകാനാണ്. അല്ലാഹ്, ഞങ്ങളെ വയല് കൊണ്ട് നീ ഞങ്ങൾക്ക് മാറ്റം നൽകണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ